രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. പാർട്ടിക്കോ പോലീസിനോ മുന്നിൽ പരാതിയൊന്നുമില്ലാതിരുന്നിട്ടും ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് കെപിസിസി അധ്യക്ഷൻ പറഞ്ഞു. എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല. ഈ നടപടിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്നും സണ്ണി ജോസഫ് വിശദീകരിച്ചു. ഞങ്ങൾക്ക് ഇതുവരെ പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല. എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്നത്. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരു പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് എടുത്തതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ പ്രതികരണം. ബലാത്സംഗ കേസ് പ്രതി CPMന്റെ MLA ആയി നിയമസഭയിലുണ്ട്. പോക്സോ കേസ് പ്രതി BJP നേതൃത്വത്തിലുണ്ട്. ഇവർക്കൊന്നും കോൺഗ്രസ് MLAയുടെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മികതയില്ല എന്നും VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാർക്കശ്യത്തോടുകൂടിയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടുകൂടിയും ഒരു തീരുമാനമെടുക്കുന്നത്. പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങൾ അതൊന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കോ? ചോദിക്കില്ല. CPMൽ ഒരു നടപടിയെടുക്കാതെ ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്. കേരളത്തിൽ ഈ CPM ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്, ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത്. സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ്. അത് അവസാനിപ്പിക്കണം. കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരതയോടുകൂടിയ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു. ശിപാൽ, നോബൽ മാരിക്കാരൻ, TV പ്രസാദ്, പ്രവീൺ പുരുഷോത്തമൻ, ഇക്ബാൽ അറക്കൽ, അർജുൻ കല്യാട് എന്നിവർ ചേരുകയാണ് നമ്മളൊപ്പം. നമുക്കാദ്യം അർജുൻ കല്യാടിലേക്ക് പോകാം. അർജുൻ, കൃത്യമായിരുന്നു KPCC അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ രാജി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് KPCC എത്തിയത് എങ്ങനെയാണ്? മാത്രമല്ല, എതിർപക്ഷത്തുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള MLAയുടെ രാജി ഉണ്ടായില്ലല്ലോ എന്നൊരു ന്യായീകരണമാണ് KPCC അധ്യക്ഷൻ നിരത്തിയത്. വിനീത, തീർച്ചയായിട്ടും ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എടുത്ത തീരുമാനം മാധ്യമങ്ങളോട് വിശദീകരിക്കുക മാത്രമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത്. ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിച്ചതും അതുതന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ ആരോപണം വളരെ ഗൗരവമുള്ളതാണ് എന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഒരുപോലെ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഉപതെരഞ്ഞെടുപ്പ് വന്നാലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവിടെ അഭിമുഖീകരിക്കുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതിരോധമൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയുള്ള ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായി കടുത്ത ഒരു തീരുമാനം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ആകെ തന്നെ ഉണ്ടാക്കുക. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചത്. എന്നാൽ MLA സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും കോൺഗ്രസിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് കടുത്ത നടപടി എന്ന ഒരു പൊതുപ്രതീതി ഉണ്ടാക്കുകയും എന്നാൽ അത്ര കടുപ്പിക്കാത്ത രീതിയിൽ MLA സ്ഥാനം സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ MLA സ്ഥാനത്ത് തുടരാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കോൺഗ്രസിലെ എല്ലാ നേതാക്കളും, വനിതാ നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ഭാഷയിൽ, കടുത്ത ഭാഷയിൽ
തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രാജി ആവശ്യപ്പെട്ടത്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തങ്ങൾ കേട്ടു, മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചു. അതിനുശേഷം ഐക്യത്തോടുകൂടി എല്ലാ നേതാക്കളും പരസ്പരം ആലോചിച്ചും സമചിത്തതയോടുകൂടിയും തന്നെയാണ് ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് സണ്ണി ജോസഫ് വിശദീകരിച്ചത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം, തീരുമാനം അറിയിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് കൂടുതലൊന്നും തന്നെ മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് ഈ പറയുന്ന ഓഡിയോ സംഭാഷണത്തിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള ഗൗരവം, അക്കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് ഇന്നത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനത്തിന്റെ രക്തചുരുക്കം. വിനീത, ശരി, നമുക്ക് റോഷിപാലിലേക്ക് കൂടി പോകണം. റോഷിപാൽ, എതിർപക്ഷത്തുള്ള ഭരണപക്ഷത്തുള്ള MLA മുകേഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എത്ര കാലം പ്രതിരോധം തീർക്കാനാകും പാർട്ടിക്ക് എന്നതാണ്. എന്താണ് ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ? രാജി വേണം എന്ന് പ്രതിപക്ഷ CPM-ഉം BJP-യും ഇത്രയധികം ആവശ്യപ്പെടുമ്പോൾ KPCC-ക്കകത്ത് നടന്ന ചർച്ചകൾ എന്തായിരിക്കും? വിനിത, കോൺഗ്രസ് ഏറ്റവും ഭയപ്പെട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തന്നെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി എതിരാളികൾ ഉപയോഗിക്കുക. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പ്രചാരണം നടന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്ന ഭയമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ആ ഭയം കാരണമാണ് അവർ അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. നേതാക്കൾ ഒന്നാകെ കൈയൊടിഞ്ഞതാണ്. ഇത്തരം ഒരു ഇടപെടൽ നടത്തിയത് KPCC-യുടെ പുതിയ നേതൃത്വമാണ്. അവർ കടുത്ത നിലപാട് സ്വീകരിച്ചു. രാഹുലിനെ രാജിവെപ്പിക്കേണ്ടതില്ലെന്ന്. അതുവരെ പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയും KM മുരളീധരനും ഒപ്പം K സുധാകരനും VM സുധീരനടക്കം എല്ലാ നേതാക്കളും, വനിതാ നേതാക്കളും ഒക്കെ ഇപ്പോൾ തന്നെ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യമുയർത്തി. പക്ഷേ അവസാനം KPCC എടുത്ത തീരുമാനം രാജിവെക്കേണ്ടതില്ല, സസ്പെൻഷൻ മാത്രം മതിയെന്നാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ സസ്പെൻഷൻ എന്നാൽ അത് പ്രാഥമിക നടപടി മാത്രമാണ്, അത് ഏറ്റവും കടുത്ത നടപടിയുമല്ല. സസ്പെൻഷൻ ഒരുപക്ഷെ ഏത് സമയത്തും പിൻവലിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനവുമില്ല, പ്രത്യേക അന്വേഷണ സമിതിയില്ല. സാധാരണ സസ്പെൻഷൻ അത് ഒരു 4 മാസമോ 6 മാസമോ പ്രഖ്യാപിക്കും. അത് അന്വേഷണത്തിന് പ്രത്യേക സമിതി ഉണ്ടാകും. ആ സമിതി അന്വേഷിച്ചത് യഥാർത്ഥത്തിൽ ആ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അത് ചെയ്തതാണെങ്കിൽ, അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടിയെടുക്കും. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നിന്നും പുറത്താക്കും. അങ്ങനെയാണ് കോൺഗ്രസിന്റെ നടപടിക്രമം. പക്ഷേ ആ നടപടിക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സസ്പെൻഷനിൽ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി പേരിന് ഒരു നടപടിയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങുകയാണ്. ഏതായാലും ഇത് എതിരാളികൾക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധമാണെന്ന് പറയാതെ വയ്യ. സ്വാഭാവികമായി ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടം വരെ എതിരാളികൾ ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതാണ്. TV പ്രസാദ് കൂടി ചേരുന്നു. പ്രസാദ്, സസ്പെൻഷനിൽ ഒതുക്കിയത് കൊണ്ട് മാത്രം പാർട്ടിക്ക് ഇമേജ് രക്ഷിക്കാനാകുമോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ രാജിയില്ല, ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അടുത്തൊന്നും കോൺഗ്രസിനെ വിട്ടൊഴിയാൻ പോകുന്നില്ല ഈ വിവാദം. ഇത് CPIM-നും BJP-ക്കും വലിയ ആശ്വാസമാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം ഉണ്ടാക്കിയത്. അതായത് രാജിവെച്ചിരുന്നുവെങ്കിൽ ആ രാജിവെക്കുന്ന സമയം മുതൽ ചർച്ച മാറുമായിരുന്നു, മറ്റ് വിഷയങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് കടക്കാമായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ 4 ദിവസമായി കോൺഗ്രസ് നേതാക്കൾ ഇതിൽ തന്നെ വട്ടം ചുറ്റി കറങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവിന് സർക്കാരിനെതിരെ ഒരക്ഷരം ഉണ്ടാൻ കഴിയുന്നില്ല. KC വേണുഗോപാലിനും സണ്ണി ജോസഫിനും എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തുടരുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ വനിതാ നേതാക്കൾ കൂടി പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യം കോൺഗ്രസ് അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കണം എന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം സെപ്റ്റംബർ 15 നിയമസഭ തുടങ്ങുമ്പോൾ സാധാരണ സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട കോൺഗ്രസ് അംഗങ്ങൾ സ്വയം പ്രതിരോധത്തിലാകുന്നത് നമ്മൾ കാണേണ്ടി വരും. മാത്രമല്ല, എന്തെങ്കിലും രീതിയിൽ അവധിയെടുത്തു പോകാനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സാധ്യത. നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം ഇരട്ടിയായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ന കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ BJP-ക്കും CPIM-നും അവരാഗ്രഹിക്കുന്ന ഒരു തീരുമാനം കോൺഗ്രസ് കൊടുത്തിരിക്കുന്നു. അതായത് MLA ആയി തുടർന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ തുടർന്നു പോകുമ്പോൾ സ്വാഭാവികമായി CPIM-ന്റെയും BJP-യുടെയും പ്രതിഷേധം കൂടും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA എന്നതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഒരൊറ്റ കോൺഗ്രസുകാരനും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കില്ല. അങ്ങനെ നാണം കെട്ട് ഈ വരുന്ന 6 മാസത്തിലധികം തള്ളി നീക്കേണ്ടതായും വരും രാഹുലിന്. ശരി, പ്രവീൺ പുരുഷോത്തമന് കൂടി ചേരുകയാണ്. പ്രവീൺ, ചോദ്യം ഇതാണ്, അത്തരത്തിൽ നാണം കെട്ട് തുടരുമോ പാർട്ടി? നിയമസഭയിൽ ചെന്നാൽ പോലും പാർട്ടി അംഗങ്ങൾക്കൊപ്പം ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ തുടരാൻ രാഹുൽ തയ്യാറാകുമോ? വാർത്താ സമ്മേളനം ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
വിനിത, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഏത് സമയത്താണ് എന്നുള്ളത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒന്ന്, ഇന്നിപ്പോൾ KPCC-യുടെ ഭാഗത്തു നിന്നും വന്ന ഒരു സസ്പെൻഷൻ നടപടി, അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രതികരണം വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ പറയുമ്പോൾ അക്കാര്യത്തിലും നിലപാട് എന്താണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. പക്ഷേ അതിലുപരി ഏവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന നിർണായകമായിട്ടുള്ള ആരോപണങ്ങൾ, അത് നാം തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടർ TV പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങൾ, അക്കാര്യത്തിൽ എന്ത് മറുപടിയായിരിക്കും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നാം ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേതായാലും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സമയം പറയുന്നില്ല, പക്ഷേ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ വാർത്താ സമ്മേളനം അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, നമുക്ക് നോബൽ മാരിക്കാരനിലേക്ക് കൂടി പോകണം. നോബൽ, ഇത് BJP ദേശീയ തലത്തിൽ തന്നെ ആയുധമാക്കുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്ക് സമാനമായ രീതിയിൽ എന്നൊക്കെയാണ് ചർച്ചയായി വരുന്നത്. പാർട്ടിയെ ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്താണ് ഹൈക്കമാൻഡിന്റെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്? വിനീത, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് നേരത്തെ തന്നെ ഇതിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാം എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. മുൻപ് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു ഹൈക്കമാൻഡ് തീരുമാനം. എന്നാൽ അതിനു പിന്നാലെ സംസ്ഥാനത്തെ നേതാക്കൾ പരസ്യമായി തന്നെ രാഹുൽ രാജിവെച്ച് ഒഴിയണം, MLA സ്ഥാനം ഒഴിയണം എന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ രാജിയാകാമെന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് പോവുകയും ചെയ്തു. പക്ഷേ സംസ്ഥാനത്തെ ഒരു പൊതുധാരണ എന്തായെങ്കിലും പുറത്തു വരട്ടെ, അതിനുശേഷം മാത്രം മതി ഹൈക്കമാൻഡ് തീരുമാനം എന്തായിരുന്നു പിന്നീട് എടുത്ത തീരുമാനം. ഇപ്പോൾ എന്താണെങ്കിലും KPCC അധ്യക്ഷനെ നേരിട്ട് സാഹചര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ KPCC നേതൃത്വം എടുത്ത ഈ തീരുമാനത്തിന് ഒപ്പം നിന്നുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് എന്താണെങ്കിലും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പ്രധാനമായും ഈ വിഷയം ഇത്തരത്തിൽ ഉയർന്നു വന്നപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ BJP സംസ്ഥാനത്തും അതിന് പിന്നീട് കേന്ദ്ര തലത്തിലും ഈ വിഷയം, ദേശീയ തലത്തിലും ഈ വിഷയം കോൺഗ്രസിനെതിരെ ഒരു ആയുധമാക്കി എന്ത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ അടക്കം, ഫോട്ടോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. കൃത്യമായി തന്നെ അത് ഈ വിഷയം എല്ലാവരിലും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടന്നു. എന്താണെങ്കിലും അതിന് പിന്നാലെ പൊതു ഇടങ്ങളിലേക്ക് കൂടി ഈ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ പദ്ധതി ഇടുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുറത്താക്കൽ നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്ന് ദേശീയ BJP നേതൃത്വം അടക്കം പരിശോധിക്കും. അതിനനുസരിച്ച് മാത്രമായിരിക്കും ഒരു മുന്നോട്ടുള്ള ഈ വിഷയം കോൺഗ്രസിനെതിരെ ആയുധമാക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ ഘട്ടത്തിലേക്ക് ഇത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറ്റുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ. അതോടൊപ്പം തന്നെ ഈ വോട്ടർ അധികാര യാത്ര അടക്കമുള്ള യാത്രയുടെ ആ ശോഭയടക്കം കെടുത്തുന്നതായിരുന്നു ഈ പരിപാടി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിവാദം എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഈ കാര്യമൊക്കെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് നേതൃത്വം എന്താണെങ്കിലും വിലയിരുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വം പ്രതികരിച്ച ശേഷം മാത്രം പ്രതികരിക്കാം എന്തായിരുന്നു KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ നിലപാട്. ഇനിയിപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ എന്താണ് ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. വിനീത, ശരി, നോബൽ മാരിക്കാരൻ വിവരങ്ങൾ